ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു ചെറിയ ടിപ്പ് വീഡിയോ ഉണ്ടോ. കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു ടിപ്പ് അറിഞ്ഞാൽ നമുക്ക് പിന്നെ അരി കുതിർക്കേണ്ട ആവശ്യമല്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് അളവിലാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു മിനിറ്റ് പോലും കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ചൊരു വെള്ളം ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് വെള്ളം മാറിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു സ്റ്റീമർ ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റീമറിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഡയറക്റ്റ് ഈ ഒരു അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ 1 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതെല്ലാം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ചൂട് പോയതിന് ശേഷം മാത്രം നമ്മളിതുപോലെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഇതേപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് അരിക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വെള്ളം ഫസ്റ്റ് തന്നെ ചേർക്കണ്ട. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളപ്പത്തിനൊക്കെ നമുക്ക് അരി ഇനി കുതിർക്കാൻ വേണ്ടി മറന്നു പോയാലും ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് വെള്ളപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പം നമ്മൾ വേറൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ കുറച്ചധികം തേങ്ങയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കടലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കടലയും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ 1/4 കപ്പ് ചേർത്തതിന് ശേഷം പിന്നെയാണ് കേട്ടോ കുറഞ്ഞ അളവിൽ വെള്ളവും ചേർത്തിട്ട് 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഒന്ന് ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറഞ്ഞ അളവിൽ ഏലക്കാപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കടല ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കയ്യിലുണ്ട് എന്തായാലും ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിയുടെ മിക്സിയിലേക്ക് ഈ ഒരു തേങ്ങയുടെ ശർക്കരയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പച്ചരിയുടെ മിക്സിയിൽ ഓവർ വെള്ളമാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്കിത് ഓവർ ലൂസായിട്ടല്ലല്ലോ വേണ്ടത്. ഏകദേശം ഒരു കുറഞ്ഞ അളവിൽ ഈ ഒരു ടൈറ്റിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതുപോലത്തെ ഒരു ബൗളിലേക്ക് ഒരു വായൻ്റിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ആ ഒരു ഇലയുടെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിൻ്റെ അടിയിൽ കുറഞ്ഞ അളവിൽ വായൻ്റെ ഇലയും കൂടി വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമുക്ക് ഏത് ഷേപ്പിലും ഇത് ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. നല്ലപോലെ അടിച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. തേങ്ങയും കടലയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.